എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പിയാണ്. നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു ചാറുകറിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാനിപ്പം ഇത് മുരിങ്ങയ്ക്ക 2 ചെറിയ മുരിങ്ങയ്ക്ക ഈ വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. 3 പച്ചമുളകുണ്ട്. പിന്നെ ഇട്ടിരിക്കുന്നത് ഒരു സവോള അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളിയാണേലും ഇടാം. ഓക്കെ, അപ്പോൾ അത് ഞാനൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഇത് പടവലങ്ങ ഒരു ചെറിയ പടവലങ്ങയാണ്. അപ്പോൾ ഞാനത് ഈ വലുപ്പത്തിൽ ഇത്രയും ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മുരിങ്ങയ്ക്കായും പടവലങ്ങയും കൂടി തമ്മിലുള്ള ഒരു റെസിപ്പി, ഒരു ചാറുകറി നമുക്ക് വയ്ക്കാം, തേങ്ങയൊക്കെ അരച്ച്. അപ്പോൾ അത് ചോറിന് കൂട്ടാനായിട്ട് നല്ല, എല്ലാവരും വെച്ചിട്ടുണ്ടാവും, വെച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു ചാറുകറിയാണ്. നമുക്ക് ചോറിന് ഇത്. അപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇത് മാറ്റിയിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. പാത്രത്തിലോട്ട് ഇത് വെച്ച് ഇത് ഒന്ന് വേവിച്ചെടുക്കണം. ശകലം ഒന്ന് പെട്ടെന്ന് വെന്ത് വരും. ഇതിപ്പോൾ പടവലങ്ങ പെട്ടെന്ന് ഇങ്ങനെ വേകുമല്ലോ. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതിങ്ങനെ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ. ഇത് കല്ലുപ്പാണ്. അപ്പോൾ കല്ലുപ്പിന് പെട്ടെന്ന് ഉപ്പ് പിടിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ കല്ലുപ്പ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിക്കാം കേട്ടോ. വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇത് ചേർത്ത് അരച്ചെടുത്തിട്ട് നമുക്ക് ഇത് യോജിപ്പിക്കാം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ. അപ്പം നല്ലൊരു ചാറുകറിയാണ്. നമുക്ക് അപ്പം ഇതിനാവശ്യമുള്ള തേങ്ങ ചിരണ്ടിയെടുക്കാം. തേങ്ങ ചിരണ്ടാൻ അപ്പം ഞാൻ ഇങ്ങനെയാണ് തേങ്ങ ചിരണ്ടിയെടുക്കുന്നത്. ഇതിൽ മറ്റേ സൈസ് എനിക്ക് ഇങ്ങനെ ചിരണ്ടിയെടുക്കുന്നതാണ് ഇഷ്ടം. നമ്മൾ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കണം. ചെറിയ ടീസ്പൂണാണ്. അപ്പോൾ ഇത്രയും ഇതാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളത് അരച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ടത് അരഞ്ഞ് വന്നിട്ടുണ്ട്, അരച്ചെടുത്തു. ഇനി നമുക്ക് അരപ്പ് ചേർക്കണം. അപ്പോൾ എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അരപ്പ് ഒന്നും കൂടെ മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് വന്ന് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കണം. അപ്പം അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് മൂപ്പിച്ച് അത് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിലോട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെയുള്ള മുരിങ്ങയ്ക്കായും പടവലങ്ങായും കൂടിയുള്ള ചാറുകറിയാണ്. അപ്പം എല്ലാവരും വെച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു ഒഴിച്ചു കൂട്ടാനാണ്. ഓക്കെ, താങ്ക് യു.